നമസ്കാരം. ഒരു നിമിഷം ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ മനുഷ്യർ ശാസ്ത്രം കൊണ്ടും ടെക്നോളജി കൊണ്ടുമൊക്കെ ഇത്രയേറെ മുന്നോട്ടു പോയിട്ടും എന്തിനാണ് ഇപ്പോഴും പരസ്പരം യുദ്ധം ചെയ്യുന്നത്? ലോകം പല തട്ടുകളായി തിരിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ ഭാഗം മാത്രം ശരിയെന്ന് വാദിക്കുമ്പോൾ ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാവുകയാണ്. അപ്പോ ഇതിന്റെ ഉത്തരം തേടി നമുക്ക് ഒരുമിച്ചൊന്ന് സഞ്ചരിച്ചാലോ? ശരിക്കും ഇതൊരു വിരോധാഭാസമല്ലേ? ലോകത്തുള്ള എല്ലാവർക്കും സുഖമായി ജീവിക്കാനുള്ള വിഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഒരു വശത്ത് പറയുമ്പോഴും എന്തിനാണ് നമ്മൾ ഇപ്പോഴും ഈ പോരടിക്കുന്നത്? വളരെ അസ്വസ്ഥമാക്കുന്ന ഈയൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് ഇതിന്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് യുദ്ധം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാം. ഉറവിടങ്ങൾ പറയുന്നത് ഇത് സംഘർഷത്തിന്റെ ഏറ്റവും എക്സ്ട്രീം രൂപമാണെന്നാണ്. അതായത് ഇവിടെ ചർച്ചകൾക്കോ വിട്ടുവീഴ്ചകൾക്കോ ഒരു സ്ഥാനവുമില്ല. ഒന്നുകിൽ സമ്പൂർണ്ണ വിജയം അല്ലെങ്കിൽ സമ്പൂർണ്ണ നാശം. അത്രയുള്ളൂ. ജീവൻ പണയം വെച്ചുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത്. ഇത് തന്നെയാണ് യുദ്ധത്തെ മറ്റെല്ലാ തർക്കങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പോ ഈ പോരാടാനുള്ളൊരു വാശി അത് എവിടെ നിന്നാണ് വരുന്നത്? ഒരു പക്ഷേ ഇത് നമ്മുടെയെല്ലാം DNA-യിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണോ? ശരി, നമുക്ക് നമ്മുടെ അന്വേഷണത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. അതായത് നമ്മുടെ പരിണാമത്തിന്റെ വഴികളിലേക്ക്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു സംവാദം നടക്കുന്നത്. അതായത് രണ്ടഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, യുദ്ധമെന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു മൃഗത്തെപ്പോലെയുള്ള ഒരു സഹജവാസനയാണ്. മറ്റൊന്ന്, അല്ല, ഇത് നമ്മളെ സംസ്കാരമൊക്കെ പഠിച്ചതിനു ശേഷം കൂടെ കൂട്ടിയ ഒരു ദുശ്ശീലമാണ്. നിങ്ങൾ ഏത് ഭാഗത്താണ്? എന്തായാലും നമുക്ക് ഈ രണ്ട് വാദങ്ങളും ഒന്ന് വിശദമായി പരിശോധിച്ചു നോക്കാം. ഒരേ വർഗത്തിലുള്ള ജീവികൾ തമ്മിൽ സംഘടിതമായി യുദ്ധം ചെയ്യുന്നത് പ്രകൃതിയിൽ വളരെ കുറവാണ്. പക്ഷേ അതിന് നമ്മളെ ശരിക്കും ഭയപ്പെടുത്തുന്ന ചില ഉദാഹരണങ്ങളുമുണ്ട്. ഉറുമ്പുകളെ നോക്കൂ. അവയുടെ കോളനികൾ ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു ഭീമൻ ജീവിയെപ്പോലെയാണ്. സ്വന്തം സാമ്രാജ്യം വലുതാക്കാനും ഭക്ഷണം പിടിക്കാനും എന്തിന് മറ്റു കോളനികളിലെ ഉറുമ്പുകളെ പിടിച്ച് അടിമകളാക്കാനും വേണ്ടി അവ വലിയ യുദ്ധങ്ങൾ നടത്തുന്നു. ഇനി നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായ ചിമ്പാൻസികളുടെ കാര്യമോ? ചിമ്പാൻസികളുടെ ഇത്തരം ആക്രമണങ്ങൾ പഠിച്ച ഗവേഷകർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ടാകും. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: വിചിത്രമായ രീതിയിൽ മനുഷ്യസമാനമായ എന്തോ ഒന്ന് ദൃശ്യമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കൂട്ടം ആൺചിമ്പാൻസികൾ അവരുടെ അതിർത്തിയിൽ ചുറ്റിക്കറങ്ങുന്നു. ശത്രുഗോത്രത്തിലെ ഒറ്റപ്പെട്ടുപോയ ഒരാളെ കാണുന്നു. എന്നിട്ട് അവനെ വളഞ്ഞിട്ട് ആക്രമിച്ചു കൊല്ലുന്നു. ആ ക്രൂരതയിൽ അവർ മനുഷ്യരുമായി ഒരു സാമ്യം കണ്ടു. ഈ സ്വഭാവത്തിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട പരിണാമ സിദ്ധാന്തമുണ്ട്. അതിനെയാണ് പാരോക്കിയലിസം എന്ന് പറയുന്നത്. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആളുകളോടുള്ള സ്നേഹം കൂടുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവരോടുള്ള വെറുപ്പും ഉണ്ടാവാം എന്നൊരാശയമാണ്. സ്വന്തം കുടുംബത്തെയോ രാജ്യത്തെയോ സ്നേഹിക്കുമ്പോൾ അതിന് പുറത്തുള്ളവരോട് ഒരു അകൽച്ച തോന്നുന്നത് പോലെ. നമ്മുടെ ഫുട്ബോൾ ടീം ജയിക്കണമെന്ന് നമ്മൾ എത്ര തീവ്രമായി ആഗ്രഹിക്കുന്നുവോ അത്ര തന്നെ എതിർ ടീം തോൽക്കണമെന്നും ആഗ്രഹിക്കില്ലേ? ഒരുപക്ഷേ ഈ നമ്മൾ അവർ എന്ന ചിന്തയുടെ തുടക്കം ഇവിടെ നിന്നായിരിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പണ്ട് മുതലേ ഈ നമ്മളും അവരും എന്ന ചിന്താഗതിക്കൊരു സാധ്യതയുണ്ടെങ്കിൽ ഇന്നത്തെ ലോകത്ത് അതിനെ എങ്ങനെയാണ് ആളുകൾ ഉപയോഗിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ മനസ്സ് ഒരു യുദ്ധക്കളമായി മാറുന്നത്. നമ്മുടെ ഉള്ളിലെ ഈ വാസനകളെ, നമ്മുടെ മനഃശാസ്ത്രത്തെ എങ്ങനെയാണ് ഒരു ആയുധമായി ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഒരുപക്ഷെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സത്യം. നമ്മൾ എത്രയൊക്കെ സംസ്കാരമുള്ളവരാണെന്ന് പറഞ്ഞാലും ഏതൊരു സാധാരണ മനുഷ്യനെയും വെറും കുറച്ചാഴ്ചകൾ കൊണ്ട് വിദ്വേഷം കൊണ്ട് ആളിക്കത്തുന്ന ഒരു ജീവിയാക്കി മാറ്റാൻ കഴിയും. ഇത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ തലച്ചോറിനെ അത്രയധികം സ്വാധീനിക്കാൻ പറ്റും. കൃത്യമായ സന്ദേശങ്ങൾ ദിവസം മുഴുവൻ പല മീഡിയകളിലൂടെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ മതി. പതിയെ പതിയെ ശത്രുക്കൾ മനുഷ്യരല്ല, അവർ രാക്ഷസന്മാരാണെന്ന ചിന്ത ആരുടെ മനസ്സിലും ഉറപ്പിക്കാം. ഇതിനൊരു കൃത്യമായ ഫോർമുല തന്നെയുണ്ട്, ഒരു പ്ലേ ബുക്ക്. പ്രൊപ്പഗാൻഡയുടെ ഈ 3 സ്റ്റെപ്പുകൾ നോക്കൂ. 1. ശത്രുവിനെ ഭയപ്പെടുത്തുക. അവരുടെ കയ്യിൽ ഭയങ്കര രഹസ്യായുധങ്ങളുണ്ട്, അവരുടെ സൈന്യത്തെ തോൽപ്പിക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക. 2. ശത്രുക്കൾക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാക്കുക. അവർക്കിടയിൽ സംശയവും വഴക്കുമുണ്ടാക്കുന്ന വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുക. പിന്നെ 3-ാമത്തേത്, ഏറ്റവും അപകടകരമായത്, ശത്രുവിനെ മനുഷ്യനല്ലാതാക്കുക. അവരെ വെറും മൃഗങ്ങളോ പിശാചുകളോ ആയി ചിത്രീകരിക്കുക. ഈ 3-ാമത്തെ പോയിന്റ് എത്രമാത്രം ഭീകരമാണെന്ന് നോക്കൂ. എന്തിനാണിങ്ങനെ ചെയ്യുന്നത്? കാരണം സാധാരണയായി ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ എളുപ്പമല്ല. എന്നാൽ നിങ്ങൾ കൊല്ലാൻ പോകുന്നത് ഒരു മനുഷ്യനെയല്ല, മറിച്ചൊരു രാക്ഷസനാണ് എന്ന് നിങ്ങളെ ആരെങ്കിലും വിശ്വസിപ്പിച്ചാലോ?
ചരിത്രത്തിലെ ഭൂരിഭാഗം വംശഹത്യകളിലും ഈ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ശത്രുവിനെ മനുഷ്യനെന്ന ഐഡന്റിറ്റിയിൽ നിന്ന് പുറത്താക്കുക. അതോടെ അവരെ ഇല്ലാതാക്കുന്നത് വളരെ എളുപ്പമാകും. സമ്മർദ്ദം നമ്മുടെ മനസ്സിനെ എങ്ങനെ മാറ്റുന്നുവെന്ന് നോക്കൂ. സമാധാനമുള്ളപ്പോൾ നമ്മൾ കാര്യങ്ങളെ പല വശത്തുനിന്നും കാണും, സൂക്ഷ്മമായി ചിന്തിക്കും. പക്ഷേ യുദ്ധം പോലെ ഒരു വലിയ ഭീഷണി വരുമ്പോൾ നമ്മുടെ ചിന്ത പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകും. ലോകം വളരെ ലളിതമായി നമ്മളും അവരും എന്ന് രണ്ടായി മാത്രം ചുരുങ്ങും. നിങ്ങൾക്കെപ്പോഴെങ്കിലും വലിയ പേടിയോ ദേഷ്യമോ വന്നപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഇതുപോലെ മാറിയതായി തോന്നിയിട്ടുണ്ടോ? ആ ഒരു അവസ്ഥയിൽ അവരെക്കുറിച്ചുള്ള എന്തസംബന്ധം കേട്ടാലും നമ്മളത് വിശ്വസിച്ചു പോകും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുഴുവനും യുദ്ധത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ചാണ്, അല്ലേ? അതിന്റെ വേരുകളെക്കുറിച്ചും അത് നമ്മുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും. എന്നാൽ എല്ലാത്തിനും ഒരു മറുവശമുണ്ടല്ലോ. ഇനി നമുക്ക് പ്രതീക്ഷയുടെ ഒരു വഴിയിലേക്ക് കടക്കാം. നമ്മൾ വേഴ്സസ് അവർ എന്ന ഈ ചിന്തയെ മറികടന്ന് ഒരുമയുടെ ഒരു ഭാവിയിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ബോംബുകളോ തോക്കുകളോ അല്ല, അത് മനസ്സിലാക്കലാണ്. ചരിത്രത്തിലുടനീളം വലിയ ഗുരുക്കന്മാരും നേതാക്കളും പറഞ്ഞിട്ടുള്ളതും ഇതുതന്നെയാണ്. നമ്മളെല്ലാവരും ഒന്നാണെന്ന ആഴത്തിലുള്ള ഒരു തിരിച്ചറിവ്. ശരിക്കുള്ള പരിഹാരം നമ്മുടെ ബോധത്തിൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ വരേണ്ട ഒരു മാറ്റമാണ്. ഇതൊരു മനോഹരമായ ആശയാണ്, അല്ലേ? എങ്ങനെയാണോ വെറുപ്പിന്റെ പ്രചാരണം നമ്മുടെ മനസ്സിനെ ചെറുതാക്കുന്നത്, അതേ ശക്തിയോടെ സ്നേഹത്തിന്റെ സന്ദേശങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ വലുതാക്കാനും കഴിയും. എല്ലാ മനുഷ്യരും ഒന്നാണ്, നമ്മൾ പരസ്പരം സഹായിക്കണം എന്ന് നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്തുകൊണ്ടേയിരുന്നാൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ക്രൂകം വലുതായി വലുതായി ഈ ലോകം മുഴുവൻ വ്യാപിക്കും. ഇത് തുടങ്ങാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. പരിചയമില്ലാത്ത ഒരാളോട് ഒന്ന് പുഞ്ചിരിക്കുന്നതിൽ നിന്നുപോലും ഈ മാറ്റം തുടങ്ങാം. ഈ ഒരുമ എന്ന ആശയത്തെ നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞു പോകുന്ന ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു ചിന്തയാണിത്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരുമ കാണാൻ കഴിയാത്തത്? കാരണം നമ്മുടെ ഉള്ളിൽ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഞാൻ മറ്റുള്ളവരെക്കാൾ കേമനാണ്, എന്റെ രാജ്യം മറ്റുള്ളവയേക്കാൾ വലുതാണെന്നൊക്കെയുള്ള ചിന്തകൾ. ഈ അഹംഭാവമാണ് നമ്മളെ ഭിന്നിപ്പിക്കുന്നത്. നമ്മളെല്ലാവരിലുമുള്ള പൊതുവായ നന്മയെ കാണാതെ വ്യത്യാസങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നു. സത്യസന്ധമായി ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലും വന്നിട്ടില്ലേ? ഇനി ആ ഉദാഹരണത്തിലേക്ക് വരാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സ്വർണ്ണക്കടയിൽ പലതരം ആഭരണങ്ങളുണ്ട്. കമ്മലുണ്ട്, മാലയുണ്ട്, വളകളുണ്ട്. രൂപത്തിലും പേരിലും അവയെല്ലാം വേറെ വേറെയാണ്. കമ്മൽ ഒരിക്കലും ഒരു മാലയല്ല. പക്ഷേ അവയുടെയെല്ലാം അടിസ്ഥാനം എന്താണ്? അവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വർണം. അതുപോലെയാണ് മനുഷ്യരും. നമ്മുടെ പതാകയുടെ നിറം, നമ്മുടെ ഭാഷ, നമ്മുടെ രൂപം, നമ്മുടെ വിശ്വാസങ്ങൾ എല്ലാം വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ഈ വ്യത്യാസങ്ങൾക്കെല്ലാം അടിയിൽ നാം എല്ലാവരും ഒരേ മനുഷ്യത്വം എന്ന സ്വർണത്തിൽ തീർത്തവരാണ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ബാക്കിയാണ്. നാം എല്ലാവരും ഒരേ സ്വർണം കൊണ്ടുണ്ടാക്കിയവരാണെങ്കിൽ മറ്റുള്ളവരിൽ നമ്മളെ തന്നെ പൂർണ്ണമായി കാണാൻ, ആ സ്വർണം തിരിച്ചറിയാൻ നമുക്കിനി എന്താണ് വേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നിടത്തായിരിക്കും ഒരുപക്ഷേ ഈ ഭൂമിയിലെ യുദ്ധങ്ങളുടെ അന്ത്യം. നമുക്ക് സമാധാനത്തിനായി പ്രത്യാശിക്കാം. നന്ദി.